എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, എല്ലാവരും ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നൊന്നര ആഴ്ചയായിട്ട് മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരുന്ന നേര് ജിത്തു ജോസഫ്, മോഹൻലാൽ, ആന്റണി പെരുമ്പാവൂർ കൂട്ടുകെട്ട് എന്താണ് നേരിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരുന്നു ഇത്രയും നാളും. പക്ഷേ ഇതേ ഇപ്പം പടം റിലീസായിരിക്കുകയാണ്. കണ്ടിട്ട് ഇപ്പം തന്നെ വന്നുള്ളൂ. അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. കേട്ടോ, മോഹൻലാൽ, പ്രിയാമണി, അനശ്വര രാജ്, സിദ്ദിഖ്, ജഗദീഷ്, ശ്രീധന്യ ആൻഡ് ഗണേഷ് കുമാർ എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ശങ്കർ ഇന്ദുചൂടൻ എന്ന് പറയുന്ന ഒരു പയ്യനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, നല്ലൊരു റോളാണ് ചെയ്തിട്ടുള്ളത്. ജിത്തു ജോസഫാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ശാന്തി മായാദേവി, ജിത്തു ജോസഫും കൂടിയിട്ടാണ് പടം എഴുതിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിത്തു ജോസഫിന്റെ ഒരു വാവ് ഫാക്ടർ ഉള്ള ഒരു പടമൊന്നുമല്ല, ഒരു ക്ലീൻ ആൻഡ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. കേട്ടോ, ഒരു ക്ലീൻ ആൻഡ് സ്ട്രെയിറ്റ്, ദർ ഇസ് നോട്ട് ട്വിസ്റ്റ് ടേൺസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ഇമോഷണൽ ട്രീറ്റ്മെന്റ് ആണ്. അതായത് ഒരു ഇമോഷണൽ, ഒരു വേറെ തലത്തിൽ, ഒരു കോടതിക്കകത്ത് പല ആൾക്കാരുടെ ഇമോഷൻസ് എങ്ങനെയായിരിക്കും, ആ കോടതിക്ക് പുറത്ത് എങ്ങനെയാണ്, ആ ഒരു ഇമോഷണൽ ട്രീറ്റ്മെന്റ് ആണ് ശരിക്കും ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. അത് അതിനകത്ത് ഒപ്പിയെടുക്കാൻ അദ്ദേഹത്തിന് വളരെ എന്താ പറയുക, പാടുപെടേണ്ടതൊന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാസ്റ്റിംഗ് അത്ര സൂപ്പറായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. അനശ്വര രാജിൻ്റെ, മോഹൻലാലിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് അനശ്വര രാജൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ള ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടിയുടെ ഒരു ക്യാരക്ടറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലൈൻഡ് ആയിട്ട് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് വേറെ ഇന്ന് ആ ഒരു ഏജിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം എനിക്ക് സംശയമുണ്ട്. അനശ്വര രാജൻ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ വെരി പെർഫെക്റ്റ്. ഒരു പക്ഷെ മോഹൻലാലിനോടൊപ്പം എടുത്തു നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു അതിനകത്ത്. പിന്നെ പ്രിയാമണിയെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. പുള്ളിക്കാരി വളരെ ബോൾഡായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ്, എതിർഭാഗം വക്കീലിനെയാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സിദ്ദിഖ്. ഓക്കെ, ഈ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ഒരു നേരത്തിൻ്റെ ഒരു ഔട്ടർ കവറേജ് എന്താണെന്നുള്ളത് പറയാം. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു, ആ കേസ് കോടതിയിൽ വരുന്നു, കോടതിയിൽ അതിൻ്റെ വാദം. ഇത്രയേ ഉള്ളൂ. ഇത്ര കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? ഒന്നും തോന്നൂല. പക്ഷേ ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടിയാണ്. സോ അവിടെ കളി മാറാണ്. മറ്റുള്ള കേസുകളെ അപേക്ഷിച്ച് ഈ കേസിനെ പ്രത്യേകതയുള്ളതാക്കുന്നത് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടി പീഡിപ്പിക്കപ്പെടുകയും ആ കുട്ടി സ്കൾപ്ചർ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിമണ്ണിൽ പ്രതിമയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ആർട്ട് മുഖേന ഈ ഈ ഈ വിക്ടിമല്ല, ഈ പ്രതിനെ കാണിച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ അതെങ്ങനെ കോടതി അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ എങ്ങനെ ഇതിനകത്ത് തെളിയിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. അതിനകത്ത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, മോഹൻലാൽ വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു ഇമോഷണൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഇത്രയും ഇമോഷൻസ് ഒക്കെ അടങ്ങിയിട്ട് ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ കാണുന്നു. ഒരു മോഹൻലാലിൻ്റെ കംബാക്ക് മോഹൻലാലിൻ്റെ പുനർജന്മമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഭയങ്കര സെറ്റിലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മോഹൻലാൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇതിനും ഭംഗിയായിട്ട് മലയാളത്തിൽ വേറെ നടന്മാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ബട്ട് മോഹൻലാൽ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഇതിനകത്ത് വന്നിട്ടുള്ള എല്ലാവരും, സിദ്ദിഖ് ആണെങ്കിലും ഒരു ക്രിമിനൽ ലോയർ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റിന് വേണ്ടിയിട്ട്, അതായത് വെരി ഹൈ പ്രൊഫൈലുള്ള ക്ലയൻസിന് വേണ്ടിയിട്ട് എന്തൊക്കെ അറ്റം വരെ പോകാൻ പറ്റും എന്നുള്ളതും അതും എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിട്ടുള്ള ഈ ശാന്തി മായാവതി, ആ കുട്ടിയൊക്കെ വളരെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യത്തിൽ ആ കുട്ടിയുടെ വക്കീലായിട്ടുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതൊരു ഗുമസ്തൻ അല്ലെങ്കിൽ ഒരു ക്ലർക്ക് എന്നുള്ള ഒരു കാറ്റഗറിയിൽ, ഒരു ചെറിയൊരു ഉഡായ്പ് ക്ലർക്ക് എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ഈ മെയിൽ ക്യാരക്ടേഴ്സ് വരുന്നതിന് പകരം ഈ ഒരു ഫീമെയിൽ ക്യാരക്ടർ വന്നിട്ട് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും കോമഡി എന്നൊന്നല്ല പറയുന്നത്, ആ ഒരു ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ദുചൂടൻ്റെ ക്യാരക്ടർ, ശങ്കർ ഇന്ദുചൂടൻ പയ്യൻ്റെ ക്യാരക്ടർ, അത് മാത്രമേ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരാളെ ഏൽപ്പിക്കായിരുന്നു. പക്ഷേ ആ പയ്യൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പുതുമുഖമായതുകൊണ്ടും പിന്നെ എന്താണെന്നറിയില്ല, ഒരു ഫീല് കിട്ടിയില്ല. പിന്നെ ഇത്രയും നമ്മൾ പറഞ്ഞത്, ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് വളരെ അടിപൊളിയാണ്, വളരെ നല്ല സിനിമയാണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സിനിമയാണ്, എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് ഘടകങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അത് മറ്റുള്ളവർക്ക് ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. എനിക്ക് എൻ്റെ ശരി അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ മാത്രം. ഈ സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇതിലെ കുറേ ട്വിസ്റ്റുകളും ടേണുകളും ഇങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക്
എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. ഇതിൻ്റെ ഇൻട്രോയിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഓൾമോസ്റ്റ് ഇതേപോലെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. അത് ഒരു ജിത്തു ജോസഫ് ൻ്റെ പരാജയമാണോ, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എനിക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. കാരണം ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ കോടതിയിൽ ഇങ്ങനെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം നമ്മൾ ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ, അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള സിനിമകൾ നമ്മൾ കാണുന്ന കുറേ ആൾക്കാർ, നമ്മൾ മാത്രമല്ല, ഇന്ന് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇങ്ങനത്തെ സിനിമകൾ കുറേ ആൾക്കാർ കാണുന്നുണ്ട്. നമ്മുടെ കുറേ വെബ് സീരീസ് ആണെങ്കിലും ഹിന്ദി സിനിമകളാണെങ്കിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ സംസാരിക്കുന്ന സിനിമകളാണെങ്കിലും കുറേ കോർട്ട് റൂം ഡ്രാമാസൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. കംപ്ലീറ്റ്ലി കോർട്ട് റൂം അല്ലെങ്കിലും ഒരു ഹാഫ് കോർട്ട് റൂം ഡ്രാമാസ് ആയിട്ടുള്ള മൂവീസും കുറേ കുറ്റാന്വേഷണ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പ്രഡിക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ പല ഹിൻഡുകളും പടത്തിൽ ജിത്തു ജോസഫ് കാണിക്കുന്ന പല ഹിൻഡുകളും അത് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പല എവിഡൻസസും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ എന്തുകൊണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്തുകൂടാ, അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് അങ്ങനെ തോന്നും. ആ ഒരു ക്രോസ് വരികയും ആ ക്രോസ് വരുന്നതിനനുസരിച്ചിട്ട് പ്രതിഭാഗം വാദിഭാഗം വാദിക്കുന്നതൊക്കെ നമുക്ക് ചെറിയൊരു പ്രഡിക്ഷൻസ് വരുന്നുണ്ട്. അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നിയില്ല, അതൊരു ഡിസപ്പോയിൻമെൻ്റ് തന്നെയാണ്. പിന്നെ ജിത്തു ജോസഫ് ആയതുകൊണ്ട് തന്നെ ക്ലൈമാക്സിൽ എന്തെങ്കിലും ട്വിസ്റ്റൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ജിത്തു ജോസഫ് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്ലൈമാക്സിൽ ഒന്നുമില്ല, അങ്ങനത്തെ അത് പ്രതീക്ഷിച്ചു വരരുത്. ബട്ട് ഇറ്റ്സ് എ ക്ലീൻ മൂവി, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. മോഹൻലാലും അനശ്വര രാജനും അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അവരെ മാത്രം പറഞ്ഞാൽ പോരാ, അതിനകത്ത് വന്ന ജഗദീഷ് ഏട്ടൻ, സിദ്ദിഖ് ഒക്കെ അതിഗംഭീരം അസാധ്യമായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. എന്നോട് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി സലാർ ഇറങ്ങുന്നുണ്ട് നാളെ. അപ്പോൾ സലാറിൻ്റെ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.